ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 11. വിദ്വേഷത്തെ വെല്ലുന്ന ദയ. എല്ലാ കയ്പും കോപവും ക്രോധവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:31. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ടവറുകൾ തകർന്നപ്പോൾ ഗ്രെഗ് റോഡ്രിഗസും കൊല്ലപ്പെട്ടു. അയാളുടെ അമ്മ ഫില്ലിസും പിതാവും അതീവ ദുഃഖിതരായെങ്കിലും ആ ഭീകരാക്രമണത്തോട് അവർ വളരെ കരുതലോടെയാണ് പ്രതികരിച്ചത്. 2002 ഫില്ലിസ് ഈ ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ചതായി ആരോപിക്കപ്പെട്ട ഒരാളുടെ അമ്മ ഐക്യ എൽ വേഫിനെ കാണുവാനിടയായി. ഫില്ലിസ് പറഞ്ഞത്, ഞാൻ വിടർന്ന കരങ്ങളോടെ അവരെ സമീപിച്ചു, പരസ്പരം ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു. ഐക്യയും ഞാനും തമ്മിൽ പെട്ടെന്ന് അടുപ്പത്തിലായി. ഞങ്ങൾ രണ്ടുപേരും പുത്രന്മാർ നിമിത്തം പ്രയാസം അനുഭവിക്കുന്നവരാണ്. വലിയ ദുഃഖത്തോടും വേദനയോടും കൂടിയാണ് ഫില്ലിസ് ഐക്യയെ കണ്ടത്. തൻ്റെ മകന്റെ മരണം മൂലം തോന്നുന്ന ക്രോധം ന്യായമാണെങ്കിലും അതിന് തൻ്റെ മനോവേദനയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഫില്ലിസ് വിശ്വസിച്ചു. ഐക്യയുടെ കുടുംബ കഥ കേട്ട ഫില്ലിസിന് അവരെ ശത്രുവായി കാണാൻ കഴിഞ്ഞില്ല. പകരം സഹതാപം തോന്നി, നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ നമ്മോട് ദോഷം ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാനുള്ള പ്രലോഭനത്തിൽ നിന്ന് മുക്തമാകേണ്ടതാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നു. ഈ തിരിച്ചറിവാണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പറയുന്നതിലൂടെ. ഈ നശീകരണ പ്രവണതകളെ നാം വിട്ടൊഴിയുമ്പോൾ ദൈവാത്മാവ് നമ്മെ പുതിയ താല്പര്യങ്ങൾ കൊണ്ട് നിറയ്ക്കും. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സൊലിവും ഉള്ളവരുമാകാൻ പൗലോസ് പറയുന്നു. അനീതികൾ പരിഹരിക്കപ്പെടാനായി പ്രവർത്തിക്കാമെങ്കിലും വൈരാഗ്യപൂർവമുള്ള പ്രതികാരം ഒഴിവാക്കേണ്ടതാണ്. വിദ്വേഷത്തെ വെല്ലുന്ന ദയ കാണിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ചിന്തിക്കുക, വിദ്വേഷവും വൈരാഗ്യവും കോപവും നിങ്ങളെ അടിമപ്പെടുത്തിയത് എവിടെയാണ്? പ്രതികാരത്തിനു പകരം ദയ കാണിക്കേണ്ടതിന് നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന് എങ്ങനെയാണ് കഴിയുക? ദൈവത്തിന് മഹത്വം.